Hi all, so welcome to my YouTube channel and most importantly, welcome to the first interactive video that I'm going to talk to you guys. This video is going to be about how to plan a budget trip to Hyderabad. അപ്പോൾ ഞാൻ ലാസ്റ്റ് മന്ത് ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാമിലീസിൻ്റെ കൂടെയാണ് പോയത്. So I'll be explaining everything in detail about all the places that I visited and all the things that you can do in Hyderabad. So without any further ado, let's start. ഞങ്ങൾ തേർഡ് AC ബുക്ക് ചെയ്തായിരുന്നു ട്രെയിനിൽ. അപ്പോൾ ഞങ്ങൾ 9th ജൂലൈ ഉച്ചയ്ക്ക് ഇവിടുന്ന് കയറി ആൻഡ് 10th ജൂലൈ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ സെക്കൻഡറാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. തേർഡ് AC ആകുമ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളി ട്രാവൽ ചെയ്യാം, അഫോർഡബിൾ ആണ് ടിക്കറ്റ്സ്, പിന്നെ ഫുഡും നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും. സോ ഞങ്ങൾ 10th ജൂലൈ അവിടെ എത്തി ആൻഡ് ദെൻ ഞങ്ങൾ ബുക്ക് ചെയ്തത് സ്റ്റേ ചെയ്യാൻ ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടൽ താജ്മഹൽ ഹോട്ടലാണ്. അത് സെക്കൻഡറാബാദിലല്ല, ഹൈദരാബാദിലാണ്. ആൻഡ് ഞങ്ങളത് ബുക്ക് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂസ് റേറ്റിംഗ്സ് ഒക്കെ നോക്കിയപ്പോൾ നല്ല ഹോട്ടലായിരുന്നു, പിന്നെ ഫാമിലി ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഹോട്ടലാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചിരുന്ന പ്ലേസസിനൊക്കെ ഒരു സെൻറ്റർ പോയിൻ്റ് ആയിട്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ വരുന്നത്. അപ്പോൾ ഇവിടുന്ന് എല്ലാ പ്ലേസസിലേക്കും അടുത്താണ് പോകാൻ. ആൻഡ് അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് വാസ് ഡെലിഷ്യസ്. ആൻഡ് ഒരു കാര്യം ഓർത്തിരിക്കുന്നത് വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നോൺ വെജ് ഓപ്ഷൻസ് വേണമെന്നുള്ളവർക്ക് വേറെ സ്റ്റേ ബുക്ക് ചെയ്യാം. ഞങ്ങൾ നോൺ വെജിറ്റേറിയൻസ് ആണ്, ബട്ട് ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് എന്തായാലും വെജാണ് കഴിക്കുക, അപ്പോൾ നല്ല ഓപ്ഷൻസും ഉണ്ട് റെസ്റ്റോറൻറ്റിൽ. പിന്നെ ഉച്ചയ്ക്ക് രാത്രി എന്തായാലും പുറത്തുനിന്നായിരിക്കും കഴിക്കുക, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമുള്ളൂ ഞങ്ങൾക്ക് തോന്നി. സോ നല്ല ഹോട്ടലാണ്, ഡു ചെക്ക് ഇൻ. പിന്നെ വേറൊരു കാര്യം, ഞങ്ങൾ ഈ ഹോട്ടൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൈ ട്രിപ്പ് വഴി, ഗോ വഴി എല്ലാത്തിലും നോക്കി. സോ ഒരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആപ്പ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് നോക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 2000 rupees എക്സ്ട്രാ വരും. ആപ്പ് വഴിയാണെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കുറഞ്ഞു കിട്ടും. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം ഹോട്ടൽ ഗോ ഞങ്ങൾ പോയ ആ ഡേറ്റ്സിൽ 16K rupees ആയിരുന്നു 2 nights ആൻഡ് 1 ഡേക്ക് വേണ്ടി കിട്ടിയത്. അപ്പോൾ മേക്ക് മൈ ട്രിപ്പ് ഞങ്ങൾ നോക്കിയപ്പോൾ അതിൽ വി ഗോട്ട് ഇറ്റ് ഫോർ അറൗണ്ട് 12K, സോ വിച്ച് വാസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ. അപ്പോൾ ഞങ്ങൾ അതാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വൺ തിങ് ദാറ്റ് യു ക്യാൻ ഡു ഇസ് you can compare the hotel prices from all the apps. You can check in GoIBbo, makemytripbooking.com എല്ലാത്തിലും നോക്കുക ഏതെല്ലാം ചീപ്പർ എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് ബുക്ക് ചെയ്യും. And since we had reached the hotel at around 2 o'clock in the noon, we didn't have much time to visit any of the tourist destination in Hyderabad. So what we thought of doing is, there is one place called IKEA. IKEA എന്താണെന്ന് അറിയാത്തവർക്ക്, IKEA എന്ന് പറയുന്നത് ഒരു ഫർണിച്ചറിൻ്റെ ഷോറൂമാണ്. മെയിൻലി അവിടെ ഫർണിച്ചേഴ്സ് ആണ് ഉള്ളത്. ബട്ട് ഫർണിച്ചേഴ്സ് മാത്രമല്ല, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയ ഒരു മേജർ ഡെസ്റ്റിനേഷനാണ് IKEA. ആൻഡ് ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് IKEA ഫുഡ് കോർട്ട് അടിപൊളിയാണ്. യു ഹാവ് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻസ് ഫോർ ഡിഫറെൻറ്റ് ക്വിസീൻസ്. ഓക്കെ, കുറച്ച് എക്സ്പെൻസീവ് ആണ് ഫുഡ്, ബട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളുടെ 10th ജൂലൈയിലത്തെ കറക്കം കഴിഞ്ഞു. ആൻഡ് 11th ഞങ്ങൾ ആദ്യം തന്നെ പോയത് രാമോജി ഫിലിം സിറ്റിയാണ്. അപ്പോൾ രാമോജി ഹൈദരാബാദ് മെയിൻ സ്ഥലത്തല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ രാമോജിക്ക് ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. 2 ടിക്കറ്റ്സ് ഉണ്ട് അവിടെ. ഒന്ന് ഇസ് ഫോർ നോർമൽ ബസ്. അവർ നമ്മളെ ബസ്സിൻ്റെ ഉള്ളിൽ കറക്കിയിട്ടാണ് രാമോജിയിലെ ഓരോരോ പ്ലേസസിൽ കൊണ്ടുപോയി കാണിച്ചു തരിക. അപ്പോൾ നോർമൽ ബസ്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1350 rupees ആണ്. AC ബസ്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2000 something ആണ്. നമ്മൾ ചീപ്പർ ഇതാണ് നോക്കിയത്, 1315 ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. പെർ ഹെഡ് ആണ് 1350 എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ കയറിയിട്ട് അവർ മെയിൻ പോയിന്റ്സ് മാത്രമേ നമുക്ക് കാണിച്ചു തരുള്ളൂ. നമുക്ക് കാണിച്ചു തന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാഹുബലിയുടെ മൂവി സെറ്റ് കാണിച്ചു തന്നു. പിന്നെ സൂര്യവംശി എന്നുള്ള മൂവിയിൽ അമിതാഭ് ബച്ചൻ സ്റ്റേ ചെയ്തിരുന്ന വീട് നിങ്ങൾ മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയുണ്ടാവും.
സോ അമിതാഭ് ബച്ചൻ സ്റ്റേ ചെയ്ത ആ വീട് നമുക്ക് കാണിച്ചു തന്നായിരുന്നു. പിന്നെ അതേപോലെ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ലണ്ടൻ ഇതൊക്കെ അടുത്തടുത്താണ്. അപ്പോൾ അതൊക്കെ കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ അവർ മെയിൻ പോയിന്റ്സ് മാത്രമേ നമുക്ക് കാണിച്ചു തരത്തുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നടന്ന് കാണുന്നതിനനുസരിച്ച് ടൈമിനനുസരിച്ച് നമ്മൾ എത്രമാത്രം നടന്ന് കാണാൻ പറ്റും അത്രയും പ്ലേസസ് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ എന്തായാലും 1 ഡേയിൽ ഫുൾ രാമോജി ഫിലിം സിറ്റി കാണാൻ പറ്റില്ല. ആൻഡ് ഫോട്ടോഷൂട്ടിന് പറ്റിയ പ്ലേസാണ് രാമോജി ഫിലിം സിറ്റി. അതിൻ്റെ ഉള്ളിലും അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് വിതൗട്ട് എനി ഗാർബേജ്. ആൻഡ് പിന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഫുഡ് അവൈലബിൾ ആണ്. കുറേ ഹോട്ടൽസ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം. വി തോട്ട് ഓഫ് ഗോയിങ് ടു ചാർമിനാർ. അപ്പോൾ അവിടുന്ന് എന്നിട്ട് ചാർമിനാറിലേക്ക് പോയി ലോക്കൽ ടാക്സിയിൽ തന്നെ. എന്നിട്ട് ചാർമിനാർ ആ സമയത്ത് മഴയും കൂടെ ആയത് കാരണം എല്ലായിടത്തുനിന്നും ഭയങ്കര കച്ചറൊക്കെ ആയിരുന്നു. അപ്പോൾ ചാർമിനാർ നിങ്ങൾ രാമോജീൻ്റെ അത്ര ക്ലീൻലിനെസ് ഒന്നും പ്രതീക്ഷിക്കില്ല. ചാർമിനാർ അവരങ്ങനെ മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല. പറയുമ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. പിന്നെ ചാർമിനാറിൻ്റെ അവിടെ നിങ്ങൾക്ക് സ്ട്രീറ്റ് ഷോപ്പിംഗ് ചെയ്യാം. നിങ്ങളിപ്പോൾ ബോംബെ ഫാഷൻ സ്ട്രീറ്റ് അല്ലെങ്കിൽ ഡൽഹി സരോജിനി നഗറൊക്കെ പോകുന്ന പോലെ അവിടെ ചാർമിനാറിലും കുറേ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ചീപ്പ് റേറ്റ്സിന് കുറേ സാധനങ്ങൾ, ബാംഗിൾസ് അതൊക്കെ വാങ്ങിക്കാം. പിന്നെ ഹൈദരാബാദിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഹൈദരാബാദിൻ്റെ പേൾ സിറ്റി എന്നാണല്ലോ പറയുന്നത്. ഹൈദരാബാദ് ഇസ് നോൺ ആസ് എ പേൾ സിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ചാർമിനാറിൽ യു ക്യാൻ ബൈ ഡിഫറെൻറ്റ് പേൾസ്. ഓക്കെ, ബട്ട് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ പേര് റോഡ് സൈഡിൽ കൂടെ നടന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് പേൾസും വിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ സ്മോൾ പേൾസിൻ്റെ മാത്രമായിട്ടുള്ള ഷോപ്പും ഉണ്ട്. അപ്പോൾ പേൾസിനെ പറ്റി അധികം നോളേജ് ഇല്ലാത്തവർ ചിലപ്പോൾ അവർ വിൽക്കുന്ന റോഡ് സൈഡിൽ തന്നെ വാങ്ങിക്കും. അവരത് ഒറിജിനലാന്ന് പറഞ്ഞ് വിൽക്കും. അവരത് കത്തിച്ച് കാണിച്ചൊക്കെ തരും നമുക്ക്. ഇത് കത്തിച്ച് കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് പേൾസിൻ്റെ കളർ പറഞ്ഞിട്ട് നമുക്കതൊക്കെ കാണിച്ചു തരും. പക്ഷെ നമ്മൾ അത് ചടുക്കേറി വാങ്ങിയാൽ നമുക്ക് വൻ നഷ്ടമാണ്. പിന്നെ ഞങ്ങളെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെയുള്ള ലോക്കൽ ഷോപ്പ് എന്നാണ്, പേൾസിൻ്റെ മാത്രമായിട്ടുള്ള ലോക്കൽ ഷോപ്പ് എന്നാണ് ഞങ്ങൾ വാങ്ങിയത്. പിന്നെ ചാർമിനാർ ഒത്തിരി ക്രൗഡഡ് പ്ലേസ് ആണ്. അപ്പോൾ നിങ്ങൾ വാല്യൂബിൾസ് ഒന്നും അധികം അങ്ങോട്ട് കൊണ്ടുപോകാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഭയങ്കര ക്രൗഡഡ് ആണ് ചാർമിനാർ. ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ഹോട്ടൽസ് ഉണ്ട്. ഒന്ന് ഹൈദരാബാദ് ഫേമസ് ആയിട്ടുള്ള പാരഡൈസ് ബിരിയാണി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പാരഡൈസ് ബിരിയാണിയിൽ പോവുകയാണെങ്കിൽ അടിപൊളി ബിരിയാണി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും. ഒത്തൻറ്റിക് ഹൈദരാബാദി ബിരിയാണി കഴിക്കാൻ പറ്റും. അത് ബോത്ത് വെജ് ആൻഡ് നോൺ വെജിലുണ്ട്. നോൺ വെജ് ഡു ചെക്കൗട്ട് പാരഡൈസ് ബിരിയാണി. പിന്നെ വേറൊരു ഹോട്ടൽ എന്ന് പറയുന്നത് 7 സിസ്റ്റേഴ്സ് ആണ്. 7 സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, നമ്മുടെ മേഘാലയ, ആസാം, മിസോറാം, അങ്ങനെ ഓരോന്നുള്ളത്. ആ 7 സ്റ്റേറ്റ്സിൻ്റെ ക്വിസീൻസ് ആണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക. അപ്പോൾ അത് നല്ലൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. പ്ലേസ് കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടി. ഗൂഗിൾ മാപ്പ് വഴി ഞങ്ങളെ ലൊക്കേഷനിൽ എത്തിയെങ്കിലും എക്സാക്ട് സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. ബട്ട് വൺസ് യു ഗോ ആൻഡ് ഡൈൻ ഓവർ ദെയർ യു ആർ ഗോയിങ് ടു ലവ് ഇറ്റ്. നിങ്ങൾക്ക് സൂഷി ലവേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ ഐറ്റംസ് കഴിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് 7 സിസ്റ്റേഴ്സ് ആൻഡ് ലെറ്റ് മീ നോ ഹൗ ദാറ്റ് വാസ്. പിന്നെ ഞങ്ങൾ 12th ജൂലൈ രാവിലെ പോയ ഒരു പ്ലേസ് എന്ന് പറയുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടാണ്. ഹൈദരാബാദിലുള്ളൊരു ഫോർട്ടാണത്. അത് കുറേ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് കയറാനൊക്കെ ഉണ്ട്. സ്റ്റാർട്ടിങ്ങിൽ കുറേ ഇങ്ങനെ നടന്ന് കാണാനാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പോയിന്റ് എത്തുമ്പോൾ പിന്നെ അവിടുന്ന് നമുക്ക് കയറി കാണണം. അപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ട് ഒരു നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഒരു ടെമ്പിൾ ഉണ്ട്. നമ്മൾ ടെമ്പിളിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫോർട്ട് ഫുള്ള് കണ്ടിട്ട് തിരിച്ച് ഇറങ്ങി വന്നു. അപ്പോൾ ഗോൽക്കൊണ്ട ഫോർട്ടിൻ്റെ പെർ ഹെഡ് ടിക്കറ്റ് എന്ന് പറയുന്നത് 25 റുപ്പീസാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റ് പോയത് ചൗമഹല പാലസ് എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു പാലസിലേക്കായിരുന്നു. അത് അത്ര വലിയ പാലസ് എന്ന് പറയാൻ മാത്രക്കില്ല, ബട്ട് പുറത്തുനിന്ന് കാണാൻ ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. വിൻറ്റേജ് കാർസ് അവർ പുറത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിൻറ്റേജ് കാർ. ചൗമഹല പാലസിൻ്റെ എൻട്രി ഫീ 100 റുപ്പീസാണ് പെർ ഹെഡ്. ഗോൽക്കൊണ്ട ഫോർട്ട് കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ഉച്ചയായി. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പോയത് ചൗമഹല പാലസ് ആയിരുന്നു.
അവിടുന്ന് പിന്നെ ഇറങ്ങിയപ്പോഴേക്കും അധികം ടൈമൊന്നും ഉണ്ടായിരുന്നില്ല, വൈകുന്നേരമായി. അപ്പോൾ നമ്മൾ പോയത് പിന്നെ ഒരു മോളിലേക്കാണ്. ഞങ്ങൾ വിളിച്ച് കുറച്ച് എന്തെങ്കിലും ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സിറ്റി സെൻറ്റർ മോളിലേക്ക് പോയി. പക്ഷെ അത് അത്ര വലിയ മോളായിരുന്നില്ല. ഇറ്റ് വാസൻ ഗുഡ് ഇനഫ് ഫോർ ഷോപ്പിംഗ്. So I would suggest that you can check out other malls on Google. ഹൈദരാബാദ് വന്നാൽ പിന്നെ കറാച്ചി ബിസ്ക്കറ്റ്സ് അല്ലെങ്കിൽ കറാച്ചി കുക്കീസ് കഴിക്കാണ്ടിരിക്കുന്നത് മോശമില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കറാച്ചി ബേക്കറി പോയി. സിറ്റി സെൻറ്റർ മോളിൽ നിന്ന് അടുത്തൊരു നല്ലൊരു കറാച്ചി ബേക്കറി ഉണ്ടായിരുന്നു അവിടെ. സോ ദാറ്റ് വാസ് എൻഡ് ഓഫ് അവർ ഹൈദരാബാദ് ജേർണി. ആൻഡ് നിങ്ങൾ ഹൈദരാബാദ് പോവുകയാണെങ്കിൽ വേറൊരു പ്ലേസ് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിർള മന്ദിറാണ്. ബിർള മന്ദിർ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. നമുക്കാകെ 2 നൈറ്റ്സും 1 ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊരു പ്ലേസ് എന്ന് പറയുന്നത് സലാർ ജങ് മ്യൂസിയമാണ്. അതൊരു വലിയ മ്യൂസിയമാണ്. സോ ഇഫ് യു ഹാവ് ദ ടൈം ദെൻ ഡു ചെക്ക് ഔട്ട് സലാർ ജങ് മ്യൂസിയം ആസ് വെൽ. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കുറച്ചൊരു ഓവർവ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. So if you have any doubts regarding any of these places, do let me know in the comment section below, and I would be more than happy to help you out. So by this we have reached the end of this video. Thank you so much for watching, and do like, share and subscribe as well. Thank you. Bye.